ഹായ് ഫ്രണ്ട്സ്, അസാദ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഞാനൊരു സാധനം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. തുറക്കുന്നതിന് മുമ്പ് തുറക്കുന്നതന്നെ നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഒരു ട്രൈപോഡാണ്. അത് കുറേ നാളായിട്ട് വിചാരിക്കുക വാങ്ങിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഓരോ കാരണം വെച്ച് നീട്ടി വെച്ചു. അപ്പോൾ ഇപ്പം എൻ്റെ ക്യാമറമാൻ പഠിക്കാൻ പോവുക. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ പിടിച്ചു തരാനൊന്നും ആരുമില്ല. അപ്പോൾ ഇതില്ലാതെ പറ്റത്തില്ല. അങ്ങനെയാണ് അതൊരെണ്ണം ഓർഡർ കൊടുത്തു. ഒന്നാണ് വന്നത്. അപ്പം ഞാൻ കരുതുക നിങ്ങളെ കൂടെ കാണിക്കാവുന്നേ. എനിക്കിത് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. ഇതെല്ലാം തുറന്ന് നോക്കി ഇനി എങ്ങനെ എന്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് വേണം നോക്കണം എങ്ങനെയാണെന്ന്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഇത് തുറക്കുന്ന ഞാനല്ല കേട്ടോ, വേറൊരാളാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കാം. എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിയുമ്പോഴേ അതിനകത്ത് എന്തുവാണെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷയാണ് അല്ലേ? എനിക്ക് ഭയങ്കര ആകാംക്ഷ കേട്ടോ. എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അത് തുറന്ന് നോക്കണം. ഇന്നിപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇത്രയും താമസിച്ചത്, അല്ലെങ്കിൽ നേരത്തെ തന്നെ തുറന്ന് നോക്കിയേനെ ഞാൻ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്ത് വാങ്ങിച്ചത് നല്ല അടിപൊളി പാക്കിങ്. അവർ നല്ല നീറ്റായിട്ട് പൊതിഞ്ഞ് ഒക്കെ തരത്തുള്ളൂ. ഇത് പൊട്ടിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഇത് കണ്ടോ, ബബിൾസ്. അത് തൊടാൻ സമ്മതിക്കത്തില്ല അവളെ. അവൾക്കും അത് വേണം. അതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ വരുത്തിയ സാധനം. എന്തോ അത്? റിംഗ് ലൈറ്റ് അല്ലേ? ഫോൺ ഹോൾഡറാണ് തോന്നുന്നു. ഏതാ കാണിച്ച്? ഇതിപ്പോൾ എന്തോന്നൊക്കെ ഇനി അതിനകത്ത് നോക്കണം, എന്തൊക്കെയാണ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. അതിനകത്ത് വല്ലതും ഉണ്ടോ? നമുക്ക് അടുത്തത് എന്തുവാന്ന് നോക്കാം. സ്റ്റാൻഡൊക്കെയാണെന്ന് തോന്നുന്നത്. ഇഷ്ടംപോലെ ഇതുണ്ടല്ലേ ബബിൾസ് പൊട്ടിക്കാനുള്ള സാധനം. നല്ല കവറിങ്ങാ അല്ലേ? ഇതാ അല്ലേ? സ്റ്റാൻഡാ അല്ലേ? അപ്പം ഇതേ വെച്ചിട്ടാണോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടാണോ? ഇതേ ഫോൺ വെക്കും അല്ലേ? അല്ലേ? അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ്. നമ്മൾ വാങ്ങിച്ച ട്രൈപോഡ് ഇതാണ്. ഫിറ്റ് ചെയ്തു. ഇത് കണ്ടോ, നല്ല പൊക്കമുണ്ട്. കുറച്ചുകൂടെ വേണേൽ നമുക്ക് പൊക്കം കൂട്ടാം കേട്ടോ. ഞാനല്ല ഫിറ്റ് ചെയ്ത, ഗൗരിയാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഒന്നും അറിയത്തില്ല. ഇനിയെല്ലാം അവളുടെ ഒക്കെ പഠിച്ചെടുക്കണം, അവൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ലൈറ്റ് കത്തും. അതെങ്ങനെയാ ഗൗരി? ഇതല്ലേ? കണ്ടോ, ലൈറ്റ് കത്തി.
ഇനിയിപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒക്കെ ചെയ്യാന്നാണ് പറഞ്ഞത്. പ്ലസ് ബട്ടൺ കൂട്ടാനും മൈനസ് ബട്ടൺ കുറയ്ക്കാനും. അതെ, ഇതിന് പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും ഉണ്ട്. അപ്പോൾ അതെ ഇത് കൂട്ടാനാന്നാ പറഞ്ഞത്. ഇനി കൂടത്തില്ല, മാക്സിമം. അപ്പോൾ ഇനി മൈനസ് ബട്ടൺ ഇതേ നമുക്കൊന്ന് കുറച്ച് നോക്കാം. പിന്നെ കൂട്ടണമെങ്കിൽ പ്ലസ് ബട്ടണെ പിടിഞ്ഞേക്കോ ഇത് ഉണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം. സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്കിതുകൊണ്ടുള്ള ഇപ്പോൾ ഒന്നും അറിയത്തില്ല, പഠിച്ചു വരണം. അപ്പം ഇതാണ് സംഗതി. ഞാനപ്പോൾ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ, ഭയങ്കര വെട്ടം. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് തുടങ്ങണം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ ഇത്ര വലിയ കാര്യം, ഒരു ചെറിയ ട്രൈപോഡ് വാങ്ങിച്ചാണോ ഇത്ര വലിയ കാര്യമെന്ന് വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീട്ടമ്മയാണ്. വീട്ടിൽ മാത്രം വീട്ടിലെ ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ ഒരു ദിവസം എൻ്റെയൊക്കെ മോള് പഠിക്കാൻ പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, സമയം പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു എന്നറിയോ ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച്. എനിക്ക് ഒന്നും അറിയാതെ തുടങ്ങിയ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെ. കാരണം ഇത്രയും ഞാൻ ചെയ്തോ, എന്നെക്കൊണ്ട് ഇത് സാധിച്ചോ എന്നുള്ളത്. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പോഴും ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ. കാരണം ഒന്നും അറിയാതിരുന്ന ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഇതാണെങ്കിലും വാങ്ങിച്ചു, ഇനിയിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണം, ഇത് വെച്ച് തന്നെത്താനെ വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് നിങ്ങളൊക്കെ ഇത് കൊച്ചു കാര്യമായിട്ട് കാണുമ്പോഴും എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഈ സന്തോഷം ഞാൻ നിങ്ങൾക്ക് കൂടെ പങ്കുവെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.